ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്താണ്. ബേസിക്കായിട്ട് ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിക്കകത്തൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു റിംഗ് സ്ട്രക്ചേഴ്സാണ്. ഒരു റിങ്ങിനകത്ത് കാർബൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ആറ്റം വരികയാണ്. എസ്പെഷ്യലി നൈട്രജൻ, ഓക്സിജൻ അല്ലെങ്കിൽ സൾഫർ. ഇത് മൂന്നുമാണ് ജനറലായിട്ട് നമ്മൾ ഈ കാർബണെ റീപ്ലേസ് ചെയ്യുന്ന ആറ്റംസ്. അതിനെയാണ് ഹെട്രോ ആറ്റംസ് എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്സ് ഉണ്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒന്ന് ആലിഫാറ്റിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്, അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അടുത്തത് ആരോമാറ്റിക് ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഈ ആലിഫാറ്റിക് ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡബിൾ ബോണ്ടുകൾ ഇല്ല. അത് ഡബിൾ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ അസിട്രെയിൻ, ഇഥിലീൻ ഓക്സൈഡ്, തൈറാൻ. ഈ 3 മെമ്പേർഡ് റിങ്ങിനകത്ത് ഒരു നൈട്രജൻ ആറ്റം കാർബൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് നൈട്രജൻ ആറ്റം വരുമ്പോൾ അതിൻ്റെ പേര് അസിഡ്രീൻ എന്ന് പറയും. എഥിലീൻ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണെ റീപ്ലേസ് ചെയ്ത് ഓക്സിജൻ വരുമ്പോൾ. തൈറാൻ എന്ന് പറയുമ്പോൾ കാർബണെ റീപ്ലേസ് ചെയ്ത് സൾഫർ ഗ്രൂപ്പ് വരുമ്പോഴാണ്. ഇതെല്ലാം ആലിഫാറ്റിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ആരോമാറ്റിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. ആരോമാറ്റിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആകുമ്പോൾ ഇത് എന്ത് റൂൾ, ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആകുമ്പോൾ അത് ഹക്കൽസ് റൂൾ ഫോളോ ചെയ്യണം. എന്താണ് ഹക്കൽ റൂൾ എന്ന് നോക്കാം. ഹക്കൽ റൂൾ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട്സ് എപ്പോഴും ഒരു റിംഗ് സ്ട്രക്ചർ, ഒരു പ്ലെയിനാർ ജോമെട്രി ആയിരിക്കണം അത് ഷോ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്തുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4n+2π ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. 4n+2π ഇലക്ട്രോൺസ്. അതായത് ഇപ്പോൾ ഒരു ബെൻസീൻ റിംഗ് ആണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് എത്രയാണ്? ഇത് ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഡബിൾ ബോണ്ട് എല്ലാം 2 ആയിട്ട് കൗണ്ട് ചെയ്താൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫോർമുല 4n+2π ഇലക്ട്രോൺസ് ആണ്. അതായത് n ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 1 ആണ്, 1 ആയിട്ടാണ് കിട്ടുന്നത്. ഈ എൻ്റെ നമ്പർ എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഹക്കൽസ് റൂൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബെൻസീൻ എന്താണ്? ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അതാണ് ഈ ഇൻറ്റീജർ ആയതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അതിന് അതുപോലെ തന്നെ സിമിലർ ആയിട്ട് ഒരു ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് എത്രയാണ്? 2 ആയിട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 4π ഇലക്ട്രോൺസ് ഉണ്ട്. 4 വരുമ്പോഴത്തേന് എന്താവും? എൻ്റെ വാല്യൂ 0.5 ആവും. അത് അപ്പം അതൊരു അത് നമ്പറാണോ? അല്ല. 0, 1, 2, 3, 4 അങ്ങനെ വരുന്ന ഇൻറ്റിജേഴ്സ് മാത്രമാണ് ആണെങ്കിൽ മാത്രമേ ഇത് ഹക്കൽസ് റൂൾ ഫോളോ ചെയ്യുള്ളൂ. ഇത് 0.5 ആയതുകൊണ്ട് ഇത് ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് എന്തായിരിക്കും? നോട്ട് സ്റ്റേബിൾ ആയിരിക്കും. നോട്ട് സ്റ്റേബിൾ ആവില്ല. അത് കാരണം എന്തു പറ്റും? ഇത് അണ്ടർഗോ റിയാക്ഷൻസിന് പെട്ടെന്ന് റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒന്നും ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട്സും ഇത് അരോമാറ്റിക് കോമ്പൗണ്ട്സും ആണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് കോൾഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സുകളെ പറ്റിയാണ്. അതിനകത്ത് 5 മെമ്പേർഡ് റിംഗ് ഫ്യൂറാൻ, ഓക്സിജൻ 5 മെമ്പേർഡ് റിങ്ങിനകത്ത് ഒരു ഓക്സിജൻ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഫ്യൂറാൻ. പൈറോൾ ആവുന്ന എപ്പോഴാണ്? 5 മെമ്പേർഡ് റിംഗ് വിത്ത് നൈട്രജൻ ആറ്റം ആണെങ്കിൽ പൈറോൾ വരും. അതുപോലെ തന്നെ തയോഫീൻ എന്ന് പറഞ്ഞ സ്ട്രക്ചറുണ്ട്. 5 മെമ്പേർഡ് റിങ്ങിനകത്ത് കാർബൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് സൾഫർ. when it is replaced by a carbon atom by a sulfur group, that is called thiophene. അതാണ് 5 മെമ്പേർഡ് റിങ്സ് വിത്ത് കോമ്പൗണ്ട്സ് വിത്ത് 1 ഹെട്രോ ആറ്റംസ്. ഇതിലെല്ലാം ഒന്നാണുള്ളത്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഫ്യൂരാൻ്റെ സ്ട്രക്ചർ കണ്ടു, പൈറോണിൻ്റെ സ്ട്രക്ചർ കണ്ടു, തയോഫീൻ്റെ സ്ട്രക്ചറും കണ്ടു നിങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 5 മെമ്പേർഡ് റിങ് തന്നെ, 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിങ് തന്നെ, പക്ഷേ 2 ഹെട്രോ ആറ്റംസ് ഉണ്ട്. പൈറസോൾ കണ്ടോ? അടുത്തടുത്തുള്ള 2 കാർബൺ മാറിയിട്ട് അവിടെ 2 നൈട്രജൻ വരികയാണെങ്കിൽ അത് പൈറസോൾ. ഇമിഡസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 2 നൈട്രജൻ ആറ്റം 1 കാർബൺ ആറ്റം വരുമ്പോഴാണ് അത് എന്ത്? ഇമിഡസോൾ. ഓക്സസോൾ കണ്ടോ? 5 മെമ്പേർഡ് റിംഗ് വിത്ത് ഓക്സോ. ഓക്സ് എന്ന് ഓർക്കുമ്പോൾ നോ എന്ന് ഓർത്താൽ മതി. പക്ഷേ ഒരു പ്ലേസിന് നടുക്ക് എന്ത് വരും? കാർബൺ വരും. ആ 2 പ്ലേസ് നൈട്രജനും ഓക്സിജനും വരും. തയസോൾ, കാർബണും നൈട്രജനും ഇൻ ബിറ്റ്വീൻ 5 മെമ്പേർഡ് റിംഗ് വിത്ത് സൾഫർ ആൻഡ് നൈട്രജൻ. ഇൻ ബിറ്റ്വീൻ ദീസ് 2 1 കാർബൺ ആറ്റം ഈസ് ദെയർ. ട്രയസോൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 നൈട്രജൻ ആറ്റം വരും. ടെട്രസോൾ എന്ന് പറയുമ്പോൾ 4 എണ്ണം. അതാണ് 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് വിത്ത് 2 ഹെട്രോ ആറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറുണ്ട്. 6 മെമ്പേർഡ് റിങ്
വിത്ത് 1 ആറ്റം റീപ്ലേസ് ചെയ്യുമ്പോൾ പിരിഡിൻ്റെ സ്ട്രക്ചർ കണ്ടോ, കാർബൺ മാറിയിട്ട് ഒരു നൈട്രജൻ ആറ്റം വരുമ്പോഴാണ് എന്ത് പിരിഡിനൊക്കെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസും യൂസസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതിന് മെയിനായിട്ടൊരു കാര്യം. പിന്നെ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 6 മെമ്പേർഡ് ഹെട്രോസൈക്കിൾ വിത്ത് മോർ ദാൻ 1. ഇത് നമ്മൾ പഠിച്ചു കണ്ടോ, ഒരു 6 മെമ്പേർഡ് റിംഗ് വിത്ത് 1 ഹെട്രോ ആറ്റം ആയിരുന്നു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന 6 മെമ്പേർഡ് റിംഗ് വിത്ത് മോർ ദാൻ 1 ഹെട്രോ ആറ്റമാണ്. അതിനകത്ത് പിരിഡസീൻ, അതായത് കണ്ടോ 2 നൈട്രജൻ. ബെൻസീൻ റിങ്ങിനകത്ത് 2 കാർബണെ റീപ്ലേസ് ചെയ്ത് 2 നൈട്രജൻ അടുത്തടുത്ത് വരികയാണെങ്കിൽ പിരിഡസീൻ. പൈറാമിഡൈൻ എൻ്റെ സ്ട്രക്ചർ ഏതാണ്, ഒരു കാർബൺ മാറിയിട്ട് 2 നൈട്രജൻ വരികയാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ദാറ്റ് 1 കാർബൺ വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കണ്ടോ, ഇവിടെ കാർബൺ വരുന്നില്ല, ഇവിടെ കാർബൺ എക്സ്ട്രാ 2 നൈട്രജൻ്റെ ഇടയ്ക്ക് ഒരു കാർബൺ വരുന്നുണ്ട്. പൈറാമിഡീൻ അതിൻ്റെ സ്ട്രക്ചർ. പൈറാസീൻ അതിൽ നിന്ന് ഞാൻ നൈട്രജൻ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് പൈറാസീൻ. പൊസിഷൻ ഓർത്തോ പാരാ മെറ്റ അങ്ങനെ പൊസിഷൻ വൈസിൽ നൈട്രജൻ മാറുന്നതിനെയാണ് ഇത് പൈറാസിഡൈൻ, പിരമിഡീൻ, പൈറാസൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫ്യൂസ്ഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇൻഡോളിൻ്റെ സ്ട്രക്ചറാണ്. ഇൻഡോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബെൻസീൻ പ്ലസ് പൈറോൾ നമ്മൾ പഠിച്ചു നേരത്തെ. ഏതാണ് കണ്ടോ, പൈറോളിൻ്റെ സ്ട്രക്ചർ 5 മെമ്പേർഡ് റിംഗ് വിത്ത് 1 നൈട്രജൻ ആറ്റം വരുന്നതാണ്. ഇതുണ്ടോ ബെൻസീൻ. ഇൻഡോൾ അപ്പം എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, ബെൻസീൻ പ്ലസ് റോൾ, അതാണ് ഫ്യൂസ്ഡ് ഇത് വരുന്നത്. ഇനി അടുത്ത ബെൻസോ ഫ്യൂറാൻ. ബെൻസ് കണ്ടോ, ബെൻസീൻ റിംഗ് വരയ്ക്കുക. ഫ്യൂരാൻ നമ്മളിവിടെ പഠിച്ചു, ഫ്യൂരാൻ എങ്ങനെയാണ് കണ്ടോ, 5 മെമ്പേർഡ് റിംഗ് വിത്ത് ഓക്സിജൻ ആണ്. ഇപ്പോൾ ബെൻസോ ഫ്യൂരാനായി. ഇനി അടുത്ത ഏതാ, കാർബാസോൾ എന്ന് പറഞ്ഞാൽ 2 ബെൻസീൻ റിംഗ്, ഇൻ ബിറ്റ്വീൻ ദാറ്റ് 1 പൈറോൾ റിംഗ് വരും. അതാണ് പൈറോൾ റിംഗ്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞോ, പൈറോള്, ഫ്യൂരാന്, തയോഫീൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഇത് വരുമ്പോഴത്തേക്കിന് നമ്മളിത് പഠിക്കും. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കോമ്പൗണ്ട്സ് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ട് വേണം നമ്മളിനി ഓരോ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത്.